നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രയ്ക്കിടയിൽ ഇന്ത്യൻ വയോധികയ്ക്ക് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ന്യൂയോർക്കിൽ നിന്ന് ചെന്നൈയിലേക്ക് വരികയായിരുന്ന വിമാനം റിയാദിൽ അടിയന്തരമായി ഇറക്കി. 60 വയസ്സുകാരിയായ ആന്ധ്ര സ്വദേശിനി ബാലനാഗമ്മയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് റിയാദിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂയോർക്കിൽ നിന്ന് അബുദാബി വഴി ഇന്ത്യയിലേക്ക് പോകുന്ന ഇത്തിഹാദ് വിമാനത്തിലായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് റിയാദ് കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. ആന്ധ്രാപ്രദേശിലെ കടപ്പ സ്വദേശിനി ബാലനാഗമ്മയെ ഉടനെ ആസ്റ്റർ സനത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. ICUവിൽ കഴിയുന്ന രോഗി അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. ബോധം തിരിച്ചു കിട്ടുകയും ചെയ്തു. ന്യൂയോർക്കിലുള്ള മകൻ സുരേഷിന്റെ അടുത്ത് നിന്ന് സ്വദേശത്തേക്കുള്ള മടക്കയാത്രയിലായിരുന്നു ബാലനാഗമ്മ. വിമാനത്തിൽ വെച്ച് ശാരീരികമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് സഹയാത്രക്കാർ ജീവനക്കാരെ വിവരം അറിയിക്കുകയും പൈലറ്റ് തൊട്ടടുത്തുള്ള വിമാനത്താവളം ഏതെന്ന് കണ്ടെത്തി റിയാദിൽ അടിയന്തരമായി വിമാനമിറക്കാൻ അനുമതി തേടുകയുമായിരുന്നു. ലാൻഡിംഗ് നടത്തിയ ഉടൻ വിമാനത്താവളത്തിലെ മെഡിക്കൽ ടീം രോഗിയെ ഏറ്റെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മലയാളി സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുക്കാടാണ് റിയാദിൽ ബാലനാഗമ്മയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയത്. അസുഖം ഭേദപ്പെട്ടാലുടൻ നാട്ടിലെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.